നമസ്കാരം. പെരിയവന ശ്രീനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലം 2024 ജൂൺ മാസം 23 മുതൽ 30 വരെയുള്ള തീയതികളിലാണ്. ഈ ഒരാഴ്ചത്തെ ചന്ദ്രചാരവശാൽ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കാറ്. ഒപ്പം ബുധൻ്റെ ഒരു രാശി മാറ്റം, മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്കുള്ള ഒരു സഞ്ചാരം ഈ ഒരു വാരത്തിൻ്റെ അവസാനം, അതായത് ഞായറാഴ്ച 30-ാം തീയതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മറ്റ് ഗ്രഹസഞ്ചാരങ്ങളൊന്നും തന്നെ ഈ ഒരു വാരത്തിൽ കാണില്ല. ചന്ദ്രൻ്റെയും ഗുളികൻ്റെയും ഒരു സഞ്ചാരത്തിനനുസരിച്ച് അനവധി ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. അശ്വതി, ഭരണി, കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടക്കൂറുകാരുടെ ഈ ഒരു വാരം പതിവ് പോലെ തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ വാരഫലം ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ അതിന് മുന്നേ ഒരു 2 വാരഫലത്തിലോളായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ സാമാന്യം നല്ലൊരു സ്ഥിതിയിലാണ് ഈ ഒരു അശ്വതി, ഭരണി, കാർത്തികക്കാല് നക്ഷത്രക്കാർ, മേടക്കൂറുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ നിത്യജീവിതത്തിൽ എല്ലാത്തിലും ഒരു ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നതും വലിയ ഒരു പൂർണ്ണത കിട്ടുന്നുണ്ടാവില്ല, എല്ലാത്തിലും ഒരു തൃപ്തി കിട്ടുന്നുണ്ടാവില്ല എങ്കിൽ തന്നെയും സാമാന്യപ്പെട്ട് നല്ല ഒരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരു ഉത്സാഹവും പ്രതീക്ഷയും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദൂരത്ത് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ജോലി കാര്യങ്ങളിൽ ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയുള്ള ഒരു വാരമാണ്. ഒപ്പം ഇവിടെ തന്നെ ആയാലും കർമ്മ മേഖലയിൽ ഉത്സാഹവും അതോടൊപ്പം തന്നെ കർമ്മ പുരോഗതിയും ഉയർച്ചയും ഒക്കെ വന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വാരമാണ് ഈ ഒരു വാരത്തിൽ. ആ ചൊവ്വയുടെ ഒരു സ്വക്ഷേത്ര ഗതി, അവർ 2ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി കൊണ്ട് തന്നെ ധനസംബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലൊക്കെ ധനാഗമനം, അതോടൊപ്പം തന്നെ അഭിവൃദ്ധി, ശുക്രക്ഷേത്രം ആയതുകൊണ്ട് അവിടെ അഭിവൃദ്ധിയും സകല തരത്തിലുള്ള സുഖങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ശനിയുടെ ഒരു ദൃഷ്ടി മേടൻ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെയാക്കി എടുക്കാം. എങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ളത് ഈ ഒരു വാരത്തോടുകൂടി, വാരാന്ത്യത്തോടുകൂടി, ഈ ഒരു മാസം അവസാനത്തോടുകൂടി വിദ്യാഭ്യാസ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഉത്സാഹം വരുന്നതും ഉന്മേഷം വരുന്നതും ആ ബുധൻ്റെ ഒരു 4ാം ഭാവത്തിലേക്കില്ല. 4ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അനവധി കാര്യത്തിലുള്ള സുഖങ്ങളും മറ്റും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു രാശിയാണ്. അങ്ങനെ വിദേശത്തേക്കുള്ള വിദ്യാഭ്യാസ യാത്രകൾ, അതോടൊപ്പം തന്നെ അപേക്ഷിച്ചിട്ടുള്ളതിനൊക്കെ നമുക്ക് സീറ്റ് കിട്ടുന്നതിനൊക്കെ ഈ ഒരു വാരം വളരെയധികം അനുകൂലമായിട്ട് നമ്മൾ കരുതി നീങ്ങേണ്ടതാണ്. എങ്കിൽ നിത്യജീവിതം, നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന അനവധി ആൾക്കാർ, നിത്യതൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരം മേടക്കൂറുകാർക്ക് വളരെ ശോഭനീയമായി തന്നെ നമുക്ക് നീങ്ങുന്നതായിട്ട് കാണാം. എങ്കിൽ ഈ ഒരു വാരത്തിൽ ആരോഗ്യ കാര്യത്തിൽ വായു സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വാത രോഗങ്ങളും പിത്ത സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ, ഒന്നാമത് ഈ ഒരു കാലാവസ്ഥ അതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ് അല്ലേ. ഈ ഒരു മഴയും വെയിലും മാറി വരുന്നത് കൃഷിക്കൊക്കെയാണ് അനുകൂലം. മറ്റ് മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം അനവധി തരത്തിലുള്ള കർക്കിടക ചികിത്സകളും മറ്റ് ഔഷധങ്ങളും ഒക്കെ ഇപ്പം അനവധി കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ആരോഗ്യ കാര്യത്തിൽ വാദപിത്താതി കോപാത അത് വളരെയധികം ഈ മേടക്കൂറുകാർ വളരെയധികം ആ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. മേടൻ രാശിയിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ കഴുത്ത് സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ സ്ത്രീകളിൽ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൈറോയിഡ് പോലുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ഉദരപീഡകളും വസ്തി രോഗങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മേടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവരൊന്ന് ഗൗരവമായിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുക. ശനിക്ഷേത്രത്തിൽ നീലാഞ്ജനം ചെയ്യാം. നീലാഞ്ജന സമാനാഭാം രവിപുത്രം യമാഗ്രജം ഛായാമാർത്തണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്ന മഹാമന്ത്രത്തെ, ഈ ശനീശ്വരൻ എന്നുള്ളത് നവഗ്രഹങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും, ഈശ്വരനായി കൽപ്പിക്കപ്പെടുന്നത്. കാര്യം അത്രയധികം നമ്മുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ആ ഒരു ദൃഷ്ടി പോലും നമ്മുടെ പലതരത്തിലുള്ള കർമ്മങ്ങളെയും വികർമ്മങ്ങളാക്കി മാറ്റാനും വിക്രമങ്ങളിലേക്ക് എത്തിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ശനീശ്വരനെ നിത്യം നമുക്ക് ഭജിക്കാൻ സാധിക്കണം ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം, അർച്ചനകൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ദേശകാലത്തിനനുസരിച്ച് യഥാശക്തി യഥോചിതം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥോചിതം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കാർത്തിക മുക്കാല്, രോഹിണി,
മകീരത്തിന്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം സ്വക്ഷേത്രസ്ഥിതനായിട്ട് ഇടവക്കൂറിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രണ്ടാം ഭാവത്തിൽ ബുധനും അതോടൊപ്പം തന്നെ ആദിത്യനും ശുക്രനും കൂടി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഈ ഒരു കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാമ്പത്തികമായിട്ടുള്ള അനവധി പുരോഗതികൾ ഈ ഒരു വാരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ നൂതനമായ ഭവന നിർമ്മാണങ്ങൾ, അതോടൊപ്പം തന്നെ ഗൃഹ അലങ്കാരം, ഗൃഹത്തിന് മോടി കൂട്ടുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വാഹനാദി വിഷയങ്ങളിൽ ഒരു ആനുകൂല്യം, വാഹനം വന്നു ചേരുന്നതിനും സമ്പത്ത് വന്നു ചേരുന്നതിനും ഒക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള കാലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിൽ ഇടവക്കൂറുകാർ പാദരോഗങ്ങളും അതോടൊപ്പം തന്നെ സന്ധി രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒപ്പം നേത്രരോഗങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ, ഭക്ഷണങ്ങളിൽ അധികം എരിവുള്ളതും പുളിവുള്ളതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് നീങ്ങാൻ വേണ്ടി സാധിക്കുക. രാജസ ഗുണം വർദ്ധിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് കുറച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ഈ ഒരു വാരത്തിൽ. കാര്യം ശുക്രൻ്റെയും ഈ ഗുളികൻ്റെ സഞ്ചാര രാശി, ഈ ഗുളികൻ്റെ ദൃഷ്ടി യോഗങ്ങളൊക്കെയാണ് നമ്മൾ ഇല്ലേ പലതരത്തിലുള്ള കൈവശം പോലുള്ള യോഗങ്ങൾ പോലും ഈ ഗുളികൻ്റെ സഞ്ചാരഗതി കൊണ്ടാണ് പറയപ്പെടുന്നതെങ്കിൽ ഈ ചാര സഞ്ചാരത്തിൽ അതൊക്കെ വളരെയധികം നിത്യജീവിതത്തിൽ പലതും മാറ്റപ്പെടും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കണം ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ കരുതേണ്ടുന്ന ഒരു വാരമാണ്. ഈ ഒരു വാരത്തിൽ വലിയൊരു കുഴപ്പമില്ല. വാരാന്ത്യത്തോടുകൂടി ആ ബുധൻ്റെ ഒരു മൂന്നാം ഭാവത്തിലേക്കുള്ള വിക്രമസ്ഥാനത്തിലേക്കുള്ള ഒരു ചന്ദ്രൻ്റെയും ഒരു സഞ്ചാരമൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിട്ട് വരുമ്പോൾ അടുത്ത ആഴ്ച മുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കുട്ടികൾക്കൊക്കെ ഒരു ആലസ്യം വരുന്നതോ അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവൊക്കെ അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഒരു എന്താ പറയുക വേണ്ടതുപോലെ അതിലേക്കൊരു മനസ്സ് വരാത്ത ഒരു പഠനമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ജോലി കാര്യത്തിലായി കഴിഞ്ഞാലും നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിത്യജോലി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഇല്ലേ സാഹസികമായ പല ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ചുറ്റുപാടിനനുസരിച്ച് ഇന്നിന്ന നക്ഷത്രങ്ങളായതിനെ കൊണ്ട് എല്ലാവരും പല വ്യത്യസ്ത മേഖലകളിലുള്ളവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയും നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ നിത്യവേതനത്തിലുള്ളവർ, അതായത് ബാഹ്യമായിട്ടുള്ള പല പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ ഒന്ന് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേത്ര രോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അതോടൊപ്പം തന്നെ വിദേശയാത്ര സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ലേശം ഒരു തടസ്സം വന്ന് ചേർന്നേക്കാം ഈ ഒരു വാരത്തിൽ. കഠിനാധ്വാനം കൊണ്ടും അതോടൊപ്പം തന്നെ ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു പരിശ്രമം കൊണ്ടും ചിലപ്പോൾ മാറിക്കിട്ടിയാൽ എല്ലാവർക്കും. എങ്കിൽ പൊതുവെയുള്ളൊരു ഫലം വിദേശ കാര്യങ്ങളിലും വിവാഹ മതനാലോകം ഭാര്യാവർത്തൃ സമാഗമം ഈ ഒരു വിഷയങ്ങളിലൊക്കെ ഈ ഒരു വാരത്തിൽ ഒരു പൂർണ്ണ ഫലമൊന്നും കിട്ടില്ല. കാരണം അവിടെയൊക്കെ ഗുളികൻ്റെ ഒരു സഞ്ചാരസ്ഥിതി വരുന്ന ഒരു ദിവസങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ 7 ദിവസങ്ങളിൽ 3-4 ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയുടെ പകുതി പോയി എന്നാണ്. അപ്പോൾ വാരഫലത്തിൽ നമ്മൾ അത്ര ചെറിയ ഫലം കൂടി നമുക്ക് കരുതപ്പെടേണ്ടത്. അപ്പോൾ വിവാഹാദി വിഷയങ്ങളിലൊക്കെ ഈ ഒരു ആഴ്ച അത്ര വലിയൊരു ഉത്സാഹം ഉണ്ടാവില്ല. അതോടൊപ്പം വിദേശ യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു മന്ദത ഈ ഒരാഴ്ച പ്രതീക്ഷിക്കേണ്ടതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ മുഖ്യമായി നീരാഞ്ജനം ചെയ്യുക. ഇപ്പോൾ ഈ ശനി മന്ത്രങ്ങൾ, ശനി ജപം ചെയ്യുക. നീലാഞ്ജന സമാനാഭാം രവിപുത്രമ്യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം എന്ന ഈ ഒരു മഹാമന്ത്രത്തെ നിത്യം ഒരു 100 പ്രാവശ്യം 108 പ്രാവശ്യമെങ്കിലും നമുക്ക് ജപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശക്തി എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. എത്രയോ പേര് നമ്മളോട് പറയാറുണ്ട്, വിദേശത്തുള്ളവരൊക്കെ ഒരു ദിവസം ജപിക്കുമ്പോൾ തന്നെ തിരുമേനി വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. അത് നിങ്ങൾക്ക് നിരന്തരം ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കുട്ടികളെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണില്ലേ, നമ്മൾ അവരെയൊക്കെ മനസ്സിലാക്കുമ്പോഴേക്ക് അവരുടെയൊക്കെ ബുദ്ധി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ഈശ്വരീയ ഭാവവും കൂടി ഉണ്ടാവട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നിത്യക്ഷേത്ര ദർശനം ചെയ്യുക. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ വരുമ്പോൾ മനസ്സും ശരീരവും ഒക്കെ ഒരു ദൗർബല്യപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതി എല്ലായിടത്തും ഇല്ലേ, നമുക്കൊരു സന്തോഷമല്ല. പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളവും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. എങ്കിൽ അതിൽ നിന്ന് നമുക്കിത് ആ മനസ്സിനെ ചേർത്ത് നിർത്താൻ വേണ്ടി നമുക്ക് രാമനാമത്തെയും ഒക്കെ ഈ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ നാമത്തെ നല്ലതുപോലെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ദുരിതങ്ങൾ നീങ്ങാൻ വേണ്ടി ഈ ഒരു വാരത്തിൽ എന്നും പ്രാർത്ഥിക്കുന്നു.
മകീരത്തിൻ്റെ അവസാന ഭാഗം തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾ നടക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ സ്വക്ഷേത്രത്തിൽ തന്നെ ഈ ഒരു ബുധൻ്റെ സ്ഥിതി ഈ ഒരു വാരം അവസാനം വരെ നമുക്ക് കാണാം. അതോടൊപ്പം ശുക്രൻ്റെയും ആദിത്യൻ്റെയും സ്ഥിതി അവിടെ ഗുളികൻ്റെ ഒരു സ്ഥിതി വന്നു പോകുന്നത് നമുക്ക് കാണാനും സാധിക്കും. ഈ ഒരു വാരത്തിൽ ഇവിടെ 12ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, 11-ൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 9ാം ഭാവത്തിലാണ്, ഈ ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. ജാതകവശാലുള്ള ദശകൾ ശനിയുടേതാവാം, അതോടൊപ്പം തന്നെ ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ ദശകൾ നടക്കുന്നവർക്ക് ഒന്ന് പ്രത്യേകിച്ച് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഈ ഫലങ്ങൾ പറയുന്നതോടൊപ്പം. പ്രത്യേകിച്ച് ഈ മിഥുനക്കൂറുകാരുടെ ഈ ഒരു വാരത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ പല പുതിയ തീരുമാനങ്ങളും ഉണ്ടാവുന്നതായിട്ട് കാണാം. ചെറിയ കുട്ടികളുടേതായിരിക്കില്ല, സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കില്ല, എങ്കിൽ വിദ്യാഭ്യാസപരമായി പല യാത്രകളും ആവട്ടെ, അല്ലെങ്കിൽ പല കോഴ്സിനെ അപേക്ഷിക്കുന്നവർക്കൊക്കെ ഒരു തീരുമാനമായി കിട്ടുന്നത് ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് കാണാം. എങ്കിൽ വിദ്യാഭ്യാസപ്പെട്ടിട്ട് പല അനുകൂലങ്ങളും പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങളും അവർക്ക് അവരുടെ കർമ്മത്തിനും അല്ലെങ്കിൽ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു വാരമായിട്ടും പല ആൾക്കാരും അതിന് തിരഞ്ഞെടുക്കുന്നത് കാണാം. ഒപ്പം കലാ സാഹിത്യ മേഖലയിൽ പെട്ടിട്ടുള്ളവർക്കൊക്കെ മിഥുനക്കൂറുകാർക്ക് വളരെയധികം അനുകൂലം തന്നെയാണ് ഈ ഒരു വാരത്തിൽ. എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അകാരണമായിട്ടുള്ള അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വാരത്തിൽ ഒന്ന് കരുതേണ്ടതാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം വാഹനാദി വിഷയത്തിലും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കണം. അകാരണമായിട്ടുള്ള തന്നെയാണ് വാഹനത്തിലും അശ്രദ്ധ കൊണ്ടും അകാരണമായിട്ടുള്ള അപകടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാം. എങ്കിൽ സൗഹൃദങ്ങളിൽ ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായ പുതിയ കൂട്ടുകെട്ട് കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും മറ്റുള്ള ലാഭങ്ങൾ സൗഹൃദങ്ങളിൽ നിന്ന് വന്നു ചേരുന്നതിന് ഈ ഒരു മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണാം. എങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കളുടെ അസുഖം അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഒരു ക്ലേശം കൊണ്ട് ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് കൊണ്ടോ ലേശം ഒരു മനപ്രയാസം ഇതൊക്കെ ഈ ഒരു വാരത്തിൽ വന്നേക്കാവുന്നതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ദൂരയാത്രകളും ഒക്കെ വേണ്ടി വന്നേക്കാം. കർമ്മസംബന്ധപ്പെട്ട് ഈ ഒരു വാരം പൂർണ്ണ ഒരു അനുകൂലത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഒരു രാഹുവിൻ്റെ ഒരു സ്ഥിതി എവിടെ ഉള്ളത് കൊണ്ട് യാത്രകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സഞ്ചാരം കൊണ്ടുള്ള വഴിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രതീക്ഷിച്ച് നീങ്ങേണ്ടതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ആരോഗ്യ കാര്യത്തിൽ ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും അതോടൊപ്പം ഉദര രോഗങ്ങളും ഹൃദയരോഗം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലത്. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശിവന് നീരാഞ്ജനം അതോടൊപ്പം തന്നെ ശിവന് ധാരയും അതോടൊപ്പം തന്നെ നിവേദ്യം കഴിക്കുന്നതും കുവളമാല ചാർത്തുന്നതും നമശിവായ മന്ത്രത്തെ തിങ്കളാഴ്ച ദിവസം 108 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈ ഒരു വാരത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കട്ടെ. പുണർദത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കർക്കിടക്കാരുടെ 12ാം ഭാവത്തിൽ ശുക്രനും ബുധനും അതോടൊപ്പം തന്നെ ആദിത്യനും 11ാമത്തെ അടുത്ത് വ്യാഴം പൂർണ്ണ ദൃഷ്ടിയോടുകൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ആ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുകൂല സ്ഥിതിയും 9ാം ഭാവത്തിലുള്ള രാഹുവും അതോടൊപ്പം തന്നെ 10ാം ഭാവത്തിലുള്ള ചൊവ്വയും ഒക്കെ ഗുണദോഷ സമ്മിശ്രത്തെ ഈ ഒരു കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം ചിന്തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടതാണ് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന തരത്തിലും കാണാൻ വേണ്ടി സാധിക്കും. ഈ കർക്കിടക്കൂറിലുള്ളവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും വളരെയധികം അനുകൂലപ്പെട്ട് ദൈവിക കാര്യത്തിലും മാനസികമായിട്ടുള്ള എല്ലാത്തിലും ഒരു ഉത്സാഹം വന്നു ചേരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലാണ് മുഖ്യമായിട്ട് ഒരു ഗുണദോഷങ്ങൾ വന്നു ചേരുന്നത്. കുറേ പേരുടെയൊക്കെ ആരോഗ്യ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നതും എങ്കിൽ കുറേ പേർക്കൊക്കെ ആ ഒരു ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അസുഖങ്ങൾ മാറാതെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗുണദോഷ സമ്മിശ്ര ഫലം എന്ന് പറയുമ്പോൾ. അതോടൊപ്പം കർമ്മസ്ഥാനത്ത് ഈ ചൊവ്വയുടെ സ്ഥിതിയുള്ളത് കൊണ്ട് തന്നെ ധാരാളം കർമ്മ മേഖലകളിൽ ധാരാളം അഭിവൃദ്ധി വരുന്നതിനും ജോലി കയറ്റത്തിനും മറ്റും വളരെയധികം, അതായത് ഒരു 2.5 വർഷത്തിലധികമായിട്ട് തടസ്സങ്ങളിൽ പെട്ടിട്ടുള്ള ഈ ഒരു കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിന് ഇപ്പോഴും പരിശ്രമിച്ചിട്ട് നേരാവാത്ത ആൾക്കാർ അനവധിയുണ്ടത്രേ. അവർക്കൊക്കെ ഈ ജോലി കയറ്റത്തിനുള്ള സാധ്യത കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച്. ഏതാണ്ട് 2.5 വർഷത്തോളായിട്ടുള്ള തടസ്സങ്ങളുള്ളവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പസ്വല്പം തടസ്സങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ആൾക്കാരൊക്കെ പഠനത്തിൽ നിന്നും മാറിപ്പോകുന്നതും അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും വിട്ടുമാറുന്നതും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ വാര അന്ത്യത്തോടുകൂടി പുതിയ തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നതിനും അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ചേരുന്നതിനും ഒക്കെ നമുക്ക് പെട്ടെന്ന് മാറുന്ന ഒരു അനുഭവം കുറച്ച് പേർക്കെങ്കിലും ഇത് തീർച്ചയായിട്ടും കാണാം. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പഠന വിഷയങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ കർമ്മ മേഖലയിൽ പറഞ്ഞല്ലോ വളരെയധികം അനുകൂല സ്ഥിതി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആരോഗ്യ കാര്യത്തിൽ സന്ധിവേദനകൾ, മുഖ്യമായും വായു സംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങളും വാത പിത്ത കോപങ്ങൾ വാതാദി ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് കർക്കിടകൂറുകാരെ വെച്ച് സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ അഷ്ടമത്തിലുള്ള ശനിയുടെ സഞ്ചാരം കൊണ്ടാണ്, മുഖ്യമായിട്ട് ഈ ഒരു ദൃഷ്ടി കൊണ്ടാണ് നമുക്കിത് എല്ലാത്തിനും ഒരു പൂർണ്ണത കുറവ് വരുമെങ്കിൽ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ മുഖ്യമായി ആ ഒരു വ്രതത്തോടും ചിട്ടയോടും കൂടിയിട്ട് ഒരു 10 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ 100 പ്രാവശ്യം ചെയ്ത ഒരു ഫലത്തെ നമുക്ക് കിട്ടണമെങ്കിൽ അതിൽ പൂർണ്ണതയോടുകൂടി മനസ്സർപ്പിച്ച് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യാൻ സാധിക്കുക. 4, 7, 10 തുടങ്ങിയതായ അധ്യായങ്ങൾ നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്നത് സകലതരത്തിലുള്ള ദുരിതങ്ങൾ നീങ്ങുന്നതിനും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് കർക്കിടകൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാരുടെ രാശിനാഥനായ ആദിത്യൻ 11ാം ഭാവത്തിൽ ഭാഗ്യസ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ഈശ്വരാധീനമുള്ളവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടാണ്. ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള 1-2 ആൾക്കാർക്ക് ഇന്ന് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നാണ്. നോക്കൂ, അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ തൃപ്തി പോലെ അല്ലേ. നമ്മളെല്ലാവരും ഇപ്പം ചിങ്ങക്കൂറിൽ പെട്ടു എന്നുള്ളതിനെ കൊണ്ടല്ല, നമ്മളുടെ കർമ്മങ്ങൾ അതിന് വളരെ ഒരു ഗുണഭാവേന കർമ്മണാവർദ്ധമാണ്. അതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം, വർദ്ധിപ്പിക്കാൻ. എങ്കിൽ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മുഖ്യമായിട്ട് ഒരു നിത്യജീവിതത്തിൽ മനസമാധാനവും അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഒരു ആനന്ദമൊക്കെ ഉണ്ടാവേണ്ട ഒരു വാരമാണ്. 2ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കണം. 3ാം ഭാവത്തിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ലെങ്കിലും 3ാം ഭാവപതിയായ ഈ ശുക്രൻ 11ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സുഖങ്ങളും അഖില തരത്തിലുള്ള സുഖങ്ങളും നമുക്ക് ആ ശുക്രനെ കൊണ്ട്, പ്രത്യേകിച്ച് ഇനി ജാതകത്തിൽ ഇനി ശുക്രൻ്റെ ദശാസംബന്ധപ്പെട്ടിട്ടുള്ളല്ലോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ സൗമ്യഗ്രഹങ്ങളുടെയോ മറ്റു ശുഭഗ്രഹങ്ങളുടെയോ അപകാരങ്ങളും മറ്റോ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെയധികം അനുകൂല സ്ഥിതി നമുക്ക് ചിങ്ങക്കൂറുകാർക്ക്. അതൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് അത് നേരെയായിട്ട് വരിക. ഈ കാലം അതിന് മുഖ്യമാണ്. ഈ ഒരു വാരം അതിനൊക്കെ വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ ക്ലേശങ്ങൾ, അസുഖങ്ങളൊക്കെ മാറി വരുന്നത് കാണാം. ഇപ്പോൾ ചികിത്സ കഴിഞ്ഞതിന് ഫലം കിട്ടുക, ചികിത്സക്കുള്ള ഫലം അനുഭവിക്കുന്ന ഒരു വാരമായിട്ടൊക്കെ പ്രായമുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ചിട്ട് ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജലജന്യ രോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഉദര രോഗങ്ങളാവട്ടെ, തൊണ്ട സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ഗള രോഗങ്ങൾ എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒപ്പം കർണരോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്ക് വളരെ അനുകൂല സ്ഥിതി നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം വിവാഹാദി വിഷയങ്ങളിലും വളരെ അനുകൂല സ്ഥിതി തന്നെ പ്രതീക്ഷിക്കണം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം വിവാഹിതരായെ സംബന്ധിച്ചും പ്രണയിതാക്കളെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ്. വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു തീരുമാനങ്ങളൊക്കെ വന്ന് ചേർന്നേക്കാവുന്ന ഒരു വാരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാരുടെ ഒരു 2 മാസത്തോളമായിട്ടുള്ള വാരഫലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വിവാഹ വിഷയങ്ങളിൽ ലേശം ഒരു തടസ്സമാണ് കണ്ടുവരിക. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ ചന്ദ്രൻ്റെ ഒരു സഞ്ചാരഗതി കൊണ്ടും മറ്റുള്ള ഈ ഒരു ശുക്രൻ്റെ ഒക്കെ യോഗം കൊണ്ടും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. കർമ്മ മേഖലയിൽ ധാരാളം പുരോഗതി കാണും. അതാണ് ഈ ചിങ്ങക്കൂറുകാരുടെ മറ്റൊരു പ്രത്യേകത. കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി, അതുകൊണ്ട് വിദേശ യാത്രാ വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ ഈ വിവാഹാദി വിഷയത്തിലും വിദേശ യാത്രയിലും കർമ്മ മേഖലയിലും അനുകൂലങ്ങൾ. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ധാര കഴിപ്പിക്കുന്നതും അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നതും, അസുഖമുള്ളവരാണെങ്കിൽ മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ മഹാമൃത്യുഞ്ജയ ഹോമം, സാധാരണ ഹോമമൊക്കെ കഴിപ്പിക്കുന്നതും, അതോടൊപ്പം ത്രയംബകം യജാമഹം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർ മുക്ഷീയമാമൃത എന്ന ഈ ഒരു
മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ പരമാത്മാവിനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജപിക്കണം അല്ലേ. ആ മന്ത്രത്തിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ ആത്മസാക്ഷാത്കാരത്തിനുള്ളതാണ്. അതിലേക്ക് നമുക്ക് ചിന്തിച്ച് ആ ഒരു മന്ത്രത്തെ നിത്യം ജപിക്കുക. നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രത്തെ ചിങ്ങക്കൂറുകാർ നിത്യം ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം വരും. ആ മഹാദേവന്റെ അനുഗ്രഹം വളരെയധികം വേണ്ടതാണ്. പ്രത്യേകിച്ച് ആ സുഹൃതരാശിയാണ് ചിങ്ങക്കൂറ് ഇല്ലേ. ചിങ്ങക്കൂറ് എന്നുള്ളത് സിംഹരാശി വളരെയധികം മുഖ്യമായിട്ട് ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പറയപ്പെടുന്ന ഒരു രാശിയും കൂടിയാണ്. വളരെയധികം ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ് അതിൽ ജനിച്ചിട്ടുള്ളവർ. വളരെയധികം ശ്രദ്ധയോടുകൂടി ആ ഭാഗ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്രം അത്ത നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗം നടക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കേതുവിൻ്റെ ഒരു സ്ഥിതി അവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ 10ാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രനും ബുധനും ആദിത്യനും 11ാം ഭാവത്തിലേക്ക് ബുധൻ്റെ ഒരു സഞ്ചാരം ഈ ഒരു വാരത്തിൽ അവസാനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ഈ ഒരു വ്യാഴം സർവീശ്വരകാരകൻ്റെ ഒരു സ്ഥിതി വളരെയധികം അനുകൂല സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പ്രത്യേകിച്ച് കന്നിക്കൂറുകാരുടെ നിത്യജീവിതത്തിൽ അനവധി സാമ്പത്തിക വ്യവഹാരങ്ങൾ നടക്കുന്നതായിട്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെയധികം മനസ്സും ഒക്കെ അതിലേക്ക് ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങുന്നതായിട്ടൊക്കെ കാണാം. അവരുടെ ജീവിതത്തിൽ ഒരു വളരെയധികം മാറ്റങ്ങളുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ ആരോഗ്യ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജലജന്യ രോഗങ്ങൾ, അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും ശിരോരോഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉദര രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളുടെ തടസ്സങ്ങൾ നീങ്ങി വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെ ഒരു സ്ഥിതി അവിടെ ഉള്ളത് കൊണ്ട് അതിന് രാഹുവിൻ്റെ ഒരു ദശാ സംബന്ധപ്പെട്ടിട്ടുള്ള അപകാരങ്ങളോ മറ്റോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ രാഹു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദിവസങ്ങളില്ലാത്ത ഒരു ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് ദിവസം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ പല ആളും ചോദിക്കാറുണ്ട്, രാഹു കേതു പ്രീതിക്ക് ഏത് ദിവസമാണ് വളരെ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഈ രാഹു കേതുകൾക്ക് അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദിവസം എവിടെയും നിർണയിച്ചിട്ട് കാണില്ല. എങ്കിൽ അതിനും തന്നെ വിശേഷപ്പെട്ട് ജന്മനക്ഷത്ര ദിവസം നമ്മുടെ ഈ രാഹു കേതു അർച്ചനയ്ക്കും അതോടൊപ്പം തന്നെ നാഗപ്രീതിക്കും അതോടൊപ്പം തന്നെ നാഗക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടമാണ് ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ കന്നിക്കൂറുകാർ അത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് വിദേശ തടസ്സങ്ങളൊക്കെ അനവധി ആൾക്കാർ വിളിക്കുമ്പോൾ പറയുന്നത് ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള പലതും ഇല്ലേ, പല ആൾക്കാരും പൈസയൊക്കെ കൊടുത്തു വെച്ചിട്ടും കൂടി വിസ വരാത്ത ആൾക്കാരൊക്കെ അനവധി കാണാൻ സാധിക്കും. അവർക്കൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ്. രാഹു കേതു അർച്ചനകളും പ്രീതി നടത്തുന്നത് വളരെയധികം നല്ലത്. അതോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധപ്പെട്ട് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള ദൂഷ്യങ്ങൾ, രക്തക്ലേശങ്ങൾ, രക്തവിഷമങ്ങളൊക്കെ ഉണ്ടാവാം. രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ മൂർച്ഛിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട് വരാം. എങ്കിലും ഭാഗ്യം വളരെയധികം വന്നു ചേരുന്ന ഒരു വാരം തന്നെയായിട്ട് ഈ കന്നിക്കൂറുകാർ ഇതിനെ മനസ്സിലാക്കാൻ നല്ലതുപോലെ പരിശ്രമിക്കുക. എല്ലാ തരത്തിലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ സമ്പത്തും മറ്റും ധാരാളം വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനനുസരിച്ച് അഭിവൃദ്ധി നമുക്കുണ്ടാവും എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വിവാഹാദി കാര്യങ്ങളിലും ലേശം ഒരു തടസ്സം തന്നെയാണ് കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. വിവാഹ ജീവിതത്തിൽ പ്രണയിതാക്കളെ സംബന്ധിച്ചൊക്കെ ലേശം ഒരു മാനസികമായിട്ടുള്ള ക്ലേശങ്ങളും അലോസരമൊക്കെ ഉണ്ടാവാനുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. എങ്കിൽ വിവാഹിതരായവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഐക്യതയും സന്തോഷവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ട സ്ഥിതിയാണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ ഒരു അസുഖസ്ഥിതി ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നാഗക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിനൊക്കെയും അവനവൻ്റെ നക്ഷത്രം ജന്മനക്ഷത്രം തിരഞ്ഞെടുക്കുന്നത് വളരെയധികം നല്ലതാണ് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ. ഒപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പായസം വഴിപാട് കഴിക്കുക. അതോടൊപ്പം കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തൃച്ചംബരത്തപ്പനെ തൊഴുത് മടങ്ങാൻ സാധിച്ചെന്നും വളരെയധികം നല്ലതാണ് ഇല്ലേ. കണ്ണൂരുകാരെ അത് പ്രത്യേകം അറിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലോകമെമ്പാടുള്ളവർ എത്രയോ വരുന്നത് കാണാം. ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാസത്തിൽ ജന്മനക്ഷത്രത്തിനൊന്ന് ആ തൃച്ചംബരത്തപ്പനെ തൊഴുതു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. കന്നിക്കൂറുകാരുടെ ഒരുവിധ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ
കന്നിക്കൂറുകാർക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. ചിത്ര അവസാന ഭാഗം ചോതി, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ശുക്രൻ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഭാഗ്യസ്ഥിതികൾ, അല്പം ആരോഗ്യക്ലേശങ്ങളൊക്കെ ഇങ്ങനെ രഹസ്യമായി ശരീരത്തിലുണ്ടെങ്കിലും അതൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാവില്ല. ആരോഗ്യക്ലേശങ്ങൾ ഉണ്ടാവാം ഈ തുലാവക്കൂറിനെങ്കിലും അത് അത്രയധികം നിത്യജീവിതത്തിൽ അതിലൊരു ചർച്ചയാവുന്നുണ്ടാവില്ല. എങ്കിൽ ആരോഗ്യക്ലേശങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ചർച്ചയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അത് അത്രയധികം ഇല്ല. കാര്യം വളരെയധികം മാനസികമായിട്ടുള്ള ഉന്മേഷവും സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം മാറ്റം വരുന്നതിനൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു ബുധൻ്റെ ഒരു സഞ്ചാരസ്ഥിതി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഈ ഒരു മാസം അവസാനത്തോടു കൂടി ജോലിക്കുള്ള സാധ്യതകൾ, പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ച് ജോലി സംബന്ധ കർമ്മ മേഖലയിലേക്കുള്ള ഒരു സാധ്യത, അതോടൊപ്പം തന്നെ ഇനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇനി ജോലി കയറ്റത്തിനും മറ്റുമുള്ള ഒരു സാധ്യതയുള്ള ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യത്തിൽ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള രക്തത്തിൻ്റെ ക്ലേശങ്ങൾ വളരെയധികം ഇപ്പോൾ കന്നിക്കൂറുകാരുടേത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ തുലാവക്കൂറുകാർ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. എങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഉള്ളവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈശ്വരാധീനത്തിൻ്റെ കുറവ്, നിത്യ നാമജപങ്ങളും അതോടൊപ്പം തന്നെ നിത്യം ഭഗവത് സ്മരണകളും ഒക്കെ മുടങ്ങാതെ പൂർത്തീകരിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ശനിയുടെ ഈ ഒരു ത്രികോണ സ്ഥിതി വളരെയധികം ദോഷമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു മൂല ത്രികോണാധിപതി കേന്ദ്രാധിപതി കൂടിയാണ് ഈ ഒരു ശനി എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ക്രമക്കേട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈശ്വര വചനം വളരെയധികം ചേർത്ത് വെക്കേണ്ടതാണ് ഈ ഒരു തുലാവക്കൂറുകാർ. അതാണ് അവരുടെ പൂർണ്ണത. എങ്കിൽ അതവർ പൂർണ്ണമായി ചെയ്തുകൊള്ളണമെന്നില്ല. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടത് ശ്രദ്ധയോടുകൂടി വ്യാഴക്ഷേത്ര ദർശനം, നിത്യം ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. പ്രത്യേകിച്ച് മനസ്സും ശരീരമൊക്കെ ഒന്ന് വളരെയധികം ഒരു തപസ് കൊണ്ട് മനസ്സഷ്ട ഐന്ദ്രിയാണാം ജ, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെ ഒരു ഏകാഗ്രതയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും പൂർണ്ണത. എങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഈശ്വരീയ വിചാരത്തോടുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു വിഷമെങ്കിലും അവർക്ക് മാറിക്കിട്ടുന്നതാണ്. എങ്കിൽ ഈ ഒരു വാരത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശിവക്ഷേത്ര ദർശനം ചെയ്യുക, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ രാശിനാഥനായ ചൊവ്വ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതോടൊപ്പം തന്നെ 7ാം ഭാവത്തിൽ 2ാം ഭാവപതിയും 5ാം ഭാവപതിയുമായ ഈ ഒരു വ്യാഴം ആണ് അല്ലേ. ഒരു ഭാഗ്യകാരകനായിട്ടുള്ള വ്യാഴം 6ാം ഭാവത്തിൽ വിട്ട് 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം എന്നുള്ള വിഷയത്തിൽ വളരെയധികം അനുകൂല സ്ഥിതിയാണ്. യോയോ ഭാവസ്വാമി ദൃഷ്ടി എന്നാണ്. എവിടെ നിന്നാണ് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി അത് 7ാം ഭാവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു ഈശ്വരാധീനം ഈ വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം കാണാൻ വേണ്ടി സാധിക്കും. ഈ നക്ഷത്രത്തിൽ ഈ കൂറിൽ ജനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിട്ട് പല കാര്യങ്ങളിലും ഒരു ഉത്സാഹവും അതോടൊപ്പം തന്നെ വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രാ ക്ലേശങ്ങളൊക്കെ മാറി. പല ആൾക്കാർ വിളിച്ചപ്പോൾ പറഞ്ഞു വിദേശത്ത് ജോലിക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. 1-2 സുഹൃത്തുക്കൾ ജോലി കിട്ടിക്കഴിഞ്ഞു. തൽക്കാലത്തേക്കാണെങ്കിലും ജോലി കിട്ടി പറയാം. കാര്യം 2 വർഷത്തോളം ജോലിക്ക് പോയിട്ടുള്ളവരാണ്. അവർക്കൊക്കെ അത് വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് ഈ ഒരു വ്യാഴം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അപവാദങ്ങളും മറ്റും നിത്യജീവിതത്തിൽ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീ സംബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീവിസ്യാദ് കലഹോദ ബന്ധുകലഹ, ആ സ്ത്രീജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളിൽ ഏർപ്പെടുന്നതിനും ബന്ധുജനങ്ങളായിട്ടുള്ള കലഹങ്ങളിൽ ഏർപ്പെടുന്നതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറുകാർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. അതോടൊപ്പം സ്വയംകൃത അനർത്ഥമായി മാറരുത് എന്നുള്ളതാണ് കാര്യം. അതൊക്കെ അകാരണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. കർമ്മ മേഖലയിൽ പറഞ്ഞല്ലോ പുരോഗതി തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും ഈ ഒരു കൂറുകാർക്ക് വളരെയധികം നിശ്ചയമായിട്ട് വന്നു ചേരുന്നതാണ്. ഒപ്പം ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിൽ വാതരോഗങ്ങളും അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും
സന്ധി രോഗങ്ങളും നടുവേദന പോലുള്ളതും അല്ലെങ്കിൽ സന്ധികളിലൊക്കെയുള്ള വേദനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. വൃശ്ചിക കൂറുകാർ ശിവക്ഷേത്ര ദർശനം ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, കടുംബായസം നിവേദിക്കുക, രക്തപുഷ്പാഞ്ജലി കഴിക്കുക. അങ്ങനെ ദേശകാലത്തിനനുസരിച്ചുള്ള ആചാരങ്ങളിലൂടെ ആ മനസ്സിനെ ഒന്നില്ലേ, നമ്മുടെ ഉള്ളിലുള്ള രാജസ താമസ സാത്വിക ഗുണങ്ങളെയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിലൊക്കെ നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ ഓരോ വഴിപാടുകളും ഓരോ ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ഗുണങ്ങളുമായി സമ്മിശ്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ആത്മസമർപ്പണമാണ് അവസാനത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ഭഗവാന് വേണ്ടി നിവേദിക്കുക. അതാണിപ്പോൾ ഈ നരബലി പോലെ ആയിപ്പോയത് എന്ന് പറയാണ്. അതുപോലെ അവനവൻ ദൈവത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. അതിൻ്റെ പ്രാരംഭങ്ങളാണ് ഇതുപോലുള്ള അർച്ചനകളും സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. വൃശ്ചിക കൂറിൽ പെട്ടിട്ടുള്ളവരാണ് ഈ ഒരു വാരത്തിൽ ശ്രദ്ധാഭക്തിയോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്നതായ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരുടെ രാശിനാഥനായ വ്യാഴം 6ാം ഭാവത്തിൽ വിക്രമരാശി അല്ലെങ്കിൽ ഒരു ഷഷ്ഠരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത്ര ഒരു അനുകൂല സ്ഥിതിയല്ല. എല്ലാ കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടാവുമെങ്കിലും ഒരു ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അവരെ സംബന്ധിച്ചൊരു ഈശ്വരാധീനത്തിൻ്റെ കുറവ്, എല്ലാത്തിലും ഒരു അപൂർണത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ വിദേശയാത്രകളും അതോടൊപ്പം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്നതിന് അതൊക്കെ ഒരു വഴി തുറന്നു കിട്ടുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട് ധനുക്കൂറുകാരൊന്ന് മനസ്സിലാക്കി നീങ്ങുക. ഒപ്പം വിവാഹാദി വിഷയങ്ങളിലുള്ള തടസ്സങ്ങൾ മാറി വരുന്നതും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലുള്ളവരൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. മുഖ്യമായിട്ട് ഈ വിദേശ യാത്രകൾ തടസ്സപ്പെട്ടിട്ടുള്ളവർക്കാണ് അത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ അകാലമായ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു വിഷമം, മരണം പോലുള്ളതൊക്കെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള വലിയ ആപത്തുകളൊക്കെ വളരെയധികം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളിൽ നിന്നൊരു ദുഃഖം, അതൊന്ന് ശ്രദ്ധിക്കുക. അകാരണമായിട്ട് സൗഹൃദങ്ങളിൽ ചതിവും വഞ്ചനയിലും ഒക്കെ വന്ന് പെട്ടേക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായിട്ടുള്ള സൗഹൃദങ്ങളും ഒന്ന് മാറ്റിവെക്കുന്നത് വളരെയധികം നല്ലതാണ്. അശ്രദ്ധ മാറ്റിവെക്കാൻ സാധിക്കണം. ഒപ്പം നിത്യജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ ഉപാധികളെ കൊണ്ട്, ഇപ്പോൾ വാഹനം ഓടിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ആ വാഹനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലേ, ഓരോരുത്തരുടെ ഈ ആയുധങ്ങൾ എന്നൊക്കെ പറയാറില്ല, അതുപോലുള്ളതിൽ നിന്നൊക്കെയുള്ള നഷ്ടങ്ങളും കഷ്ടതകളൊക്കെ വരാം. അതൊക്കെ ഈ ഒരു വാരത്തിലുള്ള ധനത്തെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക നിങ്ങൾ. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ട് നീങ്ങാൻ തന്നെ സാധ്യതയുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുക, നവഗ്രഹ അർച്ചന ചെയ്യുക. നവഗ്രഹങ്ങളെ സ്തുതിക്കാൻ വേണ്ടി സൂര്യ ശൗരമന്ദേന്ദുരച്ച പദവിയും സന്മംഗളം മംഗള സദ്ബുദ്ധിശ്ചബുധോ ഗുരുശ്ച ഗുരുതാം ശുക്രസുഖം ശം ശനി രാഹു ബാഹുബലം കരോതി വിപുലം കേതു കുലസ്യോന്നതിം നിത്യം പ്രീതികരാം ഭവന്തു ഭവതാം സർവേ പ്രസന്നാഗ്രഹാഹ. വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത്, നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത്. ആ മന്ത്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കറിയുന്ന മന്ത്രങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സൂര്യായ നമ എന്ന് ജപിച്ചാലും മതി. ഇനിയിപ്പോൾ അത് അറിയില്ല എന്നുള്ള കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് വേണം എന്ന ഭാവത്തിലൊന്ന് ജപിച്ചു നോക്കൂ. അതൊക്കെ ആ മന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റെതായ ശക്തിയുണ്ട്. അതൊക്കെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും അതിൻ്റെ ഒരു ഊർജത്തെ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക, നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്ന, നവഗ്രഹ പൂജ ചെയ്യുന്നതൊക്കെ വളരെയധികം വിശേഷമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം. ഉത്രാടത്തിൻ്റെ അവസാന ഭാഗം തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു രാശിനാഥനായ ശനി 2ാം ഭാവത്തിലും അതോടൊപ്പം തന്നെ വ്യാഴം അതോടൊപ്പം തന്നെ കേന്ദ്ര സ്ഥാനത്തും വിട്ട് ത്രികോണസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. കേന്ദ്രസ്ഥാനത്തായിക്കൊണ്ട് ചൊവ്വയും സഞ്ചരിക്കണം. ഈ ഒരു രാശി ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 6ാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രൻ്റെയും ബുധൻ്റെയും ശനി, ഈ ആദിത്യൻ്റെയും ഒക്കെ സ്ഥിതി
അത് അത്ര ഒരു അനുകൂല സ്ഥിതിയല്ല. കാര്യം ഈ ഒരു എല്ലാ തരത്തിലുള്ള സുഖങ്ങളെയും ഇപ്പം ഈ കഴിഞ്ഞ ഒരു വാരം ആ ഒരു വാരഫലം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു വാരഫലമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഈ മകരക്കൂറുകാർക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവുക. സാമ്പത്തികമായ ക്ലേശങ്ങൾ വന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ ആരോഗ്യ ക്ലേശങ്ങൾ അവരെ ബാധിക്കും. ഒപ്പം തന്നെ പിന്നെ ഹൃദ്രോഗം, അതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവരും സന്ധി രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നേരിടുന്ന ഒരു വാരമായിട്ടുള്ളതാണ് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പ്രത്യേകിച്ച് തന്നെ ഈ ഈ ഈ കേന്ദ്രത്തിൽ ഉള്ള ഈ ചൊവ്വ എന്നുള്ളത് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലും ഇല്ലേ ഒരു വളരെയധികം ശരീരത്തിൻ്റെ രക്തസഞ്ചാരമൊക്കെ വർദ്ധിക്കുന്നൊക്കെയാണ് പറയേണ്ടത്. അതൊക്കെ നമ്മളൊന്ന് കരുതിയിരിക്കണം. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ ജോലി വർദ്ധിക്കുന്നതും കർമ്മല മേഖലയിൽ ഉയർച്ചയുണ്ടാവും. അതോടൊപ്പം തന്നെ വല്ലാത്ത ഒരു ആരോഗ്യ മാനസിക ക്ഷീണത്തെ അത് നൽകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അകാരണമായി ശത്രുക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. കൂടെയുള്ളവർ സുഹൃത്തുക്കളും മറ്റൊക്കെ അകാരണമായി തെറ്റി നമ്മെ ഒറ്റപ്പെടുത്തുന്നതായിട്ടൊക്കെ കാണാം. ഇപ്പോൾ പല ആൾ വിളിക്കുമ്പോഴും പറയാറുണ്ട്, പല ആൾക്കാർക്കുള്ള ഒരു വിഷമങ്ങളാണ്. ഒന്നിച്ച് റൂമിൽ നിൽക്കുന്നവർ പോലും ഇല്ലേ, അതൊക്കെ നിത്യജീവിതത്തിൽ അതൊക്കെ വലിയ വിഷമങ്ങൾ തന്നെയാണ്. അതൊക്കെ നിത്യജീവിതത്തിൽ വിഷമിപ്പിച്ചേക്കാം. അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലൊക്കെ അല്പ അലോസരങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായി ചേരാനുള്ള ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. ശനിക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം ചെയ്യുന്നതും ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതും വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരൊക്കെ ജാതക പരിശോധനയ്ക്ക് ശേഷം രാഹു സംബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കി പൂർത്തീകരിക്കാം. അതോടൊപ്പം തന്നെ യാത്രാ തടസ്സം ഈ ഒരു വാരം അവസാനത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് മുഖ്യമായി ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അയ്യപ്പനെ ഭജിക്കുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും, നമ്മുടെ മലബാർ ഭാഗത്തുള്ളവരാണെങ്കിൽ മുത്തപ്പനെ പ്രാർത്ഥിക്കുന്നതും മുത്തപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം വിശേഷമാണ്. മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക ഇല്ലേ, എല്ലാ തരത്തിലുള്ള നമ്മുടെ രാഗദ്വേഷാദികളൊക്കെ മാറാനുള്ള ഹൃദ്രോഗമാശു അപഹിനോത്യജിരേണ ധീര. ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ യുക്തിക്ക് ബോധത്തിനും ചിന്തിക്കാത്തതായിരിക്കാം ഈശ്വരൻ നമ്മൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള പല ലീലകളും നമുക്ക് കാണാം. അപ്പോൾ മുത്തപ്പൻ്റെ ഒരു ദർശനം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള കാമക്രോധാദികളൊക്കെ കുറയുന്നതാണ്. ഇതൊക്കെ എത്രയോ ലക്ഷപ്പേരുടെ അനുഭവ സാക്ഷിയാണ്. അത്ര ഒരു ശക്തനായിട്ടുള്ള ദൈവമാണ്. ആ ഒരു ഭഗവാനെ പ്രാർത്ഥിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, പാൽപായസം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ വയറു തൊട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മറ്റും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അവിട്ടത്തിൻ്റെ അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2ാം ഭാവത്തിൽ രാഹു, 3-ൽ ചൊവ്വയും 4-ൽ വ്യാഴവും 5-ൽ ശുക്രാദിത്യ ബുധന്മാരും സഞ്ചരിക്കുന്നു ഈ ഒരു വാരം മുഴുവൻ. ചന്ദ്രൻ്റെ സഞ്ചാരഗതി ഈ ഒരു രാശിയിലൂടെയും സഞ്ചരിച്ചു പോകാനുള്ള ഒരു വാരം. അതോടൊപ്പം തന്നെ ഗുളികൻ്റെ ദൃഷ്ടി, കേന്ദ്ര ത്രികോണസ്ഥിതിയൊക്കെ ഈ ഒരു രാശിയെ വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു വാരവും കൂടിയാണ് കുംഭക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഗുണദോഷ സമ്മിശ്രങ്ങളാണ് ഈ ഒരു വാരത്തിൽ. ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം എന്നാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള അശ്രദ്ധകളും അനാരോഗ്യ വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മുഖ്യമായി ശിരോരോഗങ്ങൾ, അതോടൊപ്പം തന്നെ രക്തരോഗങ്ങളാവട്ടെ, ഉദരരോഗങ്ങളും വസ്തുരോഗങ്ങളും ഒക്കെ, മൂത്രാശയ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ധനസംബന്ധപ്പെട്ടിട്ടുള്ള വിക്രയങ്ങളിൽ ധാരാളം ക്രമക്കേടുകൾ വരാനോ അവിശ്വാസവും വഞ്ചനയും ഒക്കെ വന്നു ചേരാം. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമേറിയതായ എഗ്രിമെൻ്റ് പോലുള്ളതിലൊക്കെ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ഒന്ന് കരുതലോടുകൂടി നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ രാഹുദോഷം അനുഭവിക്കുന്നവർ, രാഹുദശകളും മറ്റ് ദശകളും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ആ ജാതക പരിശോധന ചെയ്ത് ഈ ഒരു വാരത്തിൽ വേണ്ടതുപോലെ രാഹു യന്ത്രം ധരിക്കുന്നതിനും രാഹു ജപം ചെയ്യുന്നതിനും തർപ്പണാദികളെ കൊണ്ടും ദാനാദികളെ കൊണ്ടൊക്കെ വേണ്ട പോലെ വിശേഷമായി അത് ചിന്തിക്കണം. കാര്യം രാഹു ഇങ്ങനെ സഞ്ചരിക്കുന്നത് വളരെയധികം 2ാം ഭാവത്തിൽ നമുക്ക് പരിഹാരങ്ങളെ ചെയ്ത് പൂർത്തീകരിക്കാൻ, അനുഗ്രഹം കിട്ടാൻ വളരെയധികം നല്ല ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആരോഗ്യ ക്ലേശത്തിൽ ഈ രക്തത്തിൻ്റെ ഒരു സൂചിപ്പിക്കേണ്ടായി. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളിലും മറ്റും ഒരു ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ്. അകാരണമായി കുടുംബജീവിതത്തിൽ സഹോദരന്മാർ തമ്മിൽ കലഹിക്കാനുള്ള സാധ്യതയുണ്ട്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്
എങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങളിലും മറ്റും ചെന്ന് ചാടാതിരിക്കുക. ഈ ഒരു വാരത്തിൽ സാമ്പത്തികമായ വലിയൊരു നഷ്ടപ്പെടൽ ഉണ്ടായേക്കാം. അല്ല പലതും കണ്ടു ഭ്രമിച്ചു പോകുന്നതിന് സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. എങ്കിൽ വാഹനാദി വിഷയങ്ങളിൽ പുതിയ വണ്ടികൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ക്രയവിക്രയത്തിന് വളരെയധികം അനുകൂല നാളുകളായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സന്താന ഭാഗ്യം വന്നു ചേരുന്ന വാരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. സന്താന ദുഃഖങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച്, അതിന് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് അതിനൊക്കെ അനുകൂലപ്പെട്ടുള്ള കാലം ആണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതുമാത്രമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അനാരോഗ്യ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ശനിയുടെ ഈ ഒരു പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക കുംഭകൂറിൽപ്പെട്ടുള്ളവർ ഈ ഒരു വാരത്തിൽ. അപ്പോൾ ശനിയുടെ ഈ ഒരു പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. എടുത്ത് ഇപ്പോൾ പെട്ടെന്ന് എടുക്കാം കിട്ടുമോ? നീരാഞ്ജനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക കുംഭകൂറിൽപ്പെട്ടുള്ളവർ ഈ ഒരു വാരത്തിൽ. പൂരുട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ രാഹു ഉദയത്തിൽ സഞ്ചരിക്കുന്നു. പ്രത്യേകിച്ച് രാഹു ദശ, അപഹാരം മുതലായിട്ടുള്ളവർ വളരെയധികം കരുതലോടുകൂടി നീങ്ങുക. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ, സഹായ ഹസ്തങ്ങളൊക്കെ ഇല്ലേ, കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. വഞ്ചനകളിൽ പെടാൻ സാധ്യതയുണ്ട്. ഈശ്വരാധീനം വളരെയധികം ഒന്ന് എന്താ പറയുക, ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥനകളും മറ്റും ചേർത്ത് വെക്കാൻ സാധിക്കണം. അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതിയാണ് കാണുന്നത്. അതുകൊണ്ട് ഭൂമി വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും മറ്റൊക്കെയുള്ള ഒരു യോഗം ഈ ഒരു മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണാം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായിട്ട് കാണാം. ആരോഗ്യത്തിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസുഖങ്ങൾ മാറി വരുന്നതായിട്ട് കാണാം. എങ്കിൽ ഈ ഒരു വാരത്തിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അല്പം തടസ്സങ്ങളും കഷ്ടതകളും കാണാം. എങ്കിൽ ഈ ഒരു വാരത്തിന് ശേഷം വളരെ അനുകൂല സ്ഥിതി കാണാം. വിവാഹാദി വിഷയങ്ങളിൽ അതുപോലെയാണെങ്കിൽ ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വിദേശ യാത്ര യോഗങ്ങളും അതോടൊപ്പം തന്നെ പഠിക്കുന്നവർക്ക് സ്ഥാനമാറ്റം കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയും ഈ ഒരു വാരത്തിൽ ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിളക്കുമാലകൾ നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതും കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ ഒരു കൃഷ്ണമന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ മീനക്കൂറുകാർക്ക് സകലതരത്തിലുള്ള ദുരിതങ്ങളും മാറി ഐശ്വര്യം കൈവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നല്ല നല്ല സംശയങ്ങളും അതിൽ രേഖപ്പെടുത്തുക. പരമാവധി സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ അതിൽ കൊടുക്കാറുണ്ട്. എല്ലാ കമൻറ്റും നമ്മൾ വായിക്കാറുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.